പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് കുറേ നാളായി, എന്ന് വെച്ചാൽ ഒരു 3 ആഴ്ചയിൽ കൂടുതലായി എടുത്തിട്ട്. അപ്പം ഞങ്ങളെ വീട്ടിൽ മരണമൊക്കെ നടന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാനിപ്പം പോകുന്നതും ഒരു മരണത്തിന് വേണ്ടിയാണ്. ഒരു മരിച്ച് നിറഞ്ഞിട്ട് പോവുകയാണ്. അപ്പം ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അടുത്ത് വീട്ടിലുള്ളവർ പറഞ്ഞു വണ്ടി തടയുന്നുണ്ട്, വണ്ടി കല്ലെറിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് ആയൂർ. അപ്പോൾ ഞങ്ങൾ പിന്നെ കറങ്ങി ചുറ്റിയൊക്കെയാണ് പോയത്. കൊല്ലം ജില്ലയിലെ കൃഷിഫാമാണ്. കൃഷിഫാമിനൊക്കെ ചുറ്റി വളഞ്ഞുള്ള റോഡിൽ കൂടിയാണ് ഇങ്ങനെ പോയിട്ടാണ് മെയിൻ റോഡിൽ ചെന്ന് ഇറങ്ങുന്നത്. വീട്ടിലെ കല്യാണമല്ല മരണം നടന്നിട്ട് അധികം നാളായിട്ടില്ല. അപ്പം ഞാൻ വീഡിയോ എടുത്തെങ്കിലും ഞാനത് അപ്ലോഡ് ചെയ്തില്ല. ഞങ്ങൾ മരണം കഴിഞ്ഞിട്ടാണ് പോകുന്നത് മരണത്തിൽ ഒരു മരണം അറിഞ്ഞിട്ടാണ് പോകുന്നത്. ഇപ്പം ഞാൻ വീഡിയോ ഇടുമ്പോഴും മറ്റൊരു മരണം, അതിപ്പോൾ എല്ലാവർക്കും പ്രിയപ്പെട്ട കലാഭവൻ നവാസ് മരിച്ചിട്ട് ഇന്നലെ അടക്കം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എല്ലാം ഒരു മരണത്തെ ചുറ്റിപ്പറ്റിയുള്ളതായിപ്പോയത്. ഇങ്ങനെ ഇടുന്ന സമയവും അങ്ങനെയായി. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇതുവഴി ഇങ്ങനെ പോയിട്ട് മെയിൻ റോഡിൽ വന്നിറങ്ങി. ഇതിപ്പോൾ ഇത്തിക്കര ആറാണ് വലതുവശത്ത് കാണുന്നത്. ഇത്തിക്കര ആറ് ഞാൻ ഇതുവഴി അങ്ങനെ അധികം വന്നിട്ടില്ല, 2-3 പ്രാവശ്യം വന്നിട്ടേ ഉള്ളൂ. എൻ്റെ മനസ്സിലെല്ലാം ഇവിടെ കാട് പിടിച്ചെടുക്കുന്നത് എന്തോ പോലെയൊക്കെയാണ് തോന്നുന്നത്. പക്ഷേ റോഡൊക്കെ നല്ല റോഡാട്ടോ, കാണുമ്പം എന്തോ അങ്ങനെ വനം പോലെ എന്തോ പോലെ വല്ലാത്തൊരു ഭീതിപ്പെടുത്തുന്നൊരു ഇതുപോലെ തോന്നും. ഇവിടെ ഞങ്ങൾ കയറി നേരെ ആയൂർ ടൗൺ കഴിഞ്ഞിട്ടുള്ള ഇവിടെ MC റോഡിലാണ് വന്ന് കയറുന്നത്. ആയൂരിൽ നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന അവിടെയാണ് വന്ന് കയറുന്നത്. ഇവിടെ വന്നപ്പോഴത്തേന് വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. വണ്ടികളൊക്കെ ഒരുപാടില്ല, ബസ്സൊന്നുമില്ല, കാറും അങ്ങനെയുള്ളതൊക്കെ പോകുന്നുണ്ട്. ബസ്സൊക്കെ ഉണ്ട് അവിടെ ഒതുക്കിയിട്ടിരിക്കുന്നുണ്ട്. ചടയമംഗലം പമ്പിൽ അവിടെയൊക്കെ ഒതുക്കിയിട്ടിരിക്കുന്നുണ്ട് വണ്ടികളൊക്കെ. കടകളൊന്നും തുറന്നിട്ടില്ല. ഇത് ഹർത്താൽ നടത്തുന്നവർക്ക് തന്നെ അറിയാമോ എന്തോ എന്തിനാണ് ഹർത്താൽ നടത്തുന്നതെന്ന് എനിക്കറിയില്ല. ചടയമംഗലം ഡിപ്പോയായത്. അപ്പം ഞങ്ങൾ ന്യൂസൊന്നും വെക്കുന്നില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ മരണം നടന്നതല്ലോ, ഒന്നും അറിയുന്നില്ലായിരുന്നു. ഇത് ഹർത്താലിന് തലേ ദിവസം രാത്രി അപ്പോഴാണ് ഇത് അറിയുന്നത് തന്നെ. ഇങ്ങനെ മിക്ക കടകളൊക്കെ, മിക്കതെന്നല്ല എല്ലാ കടകളും അടച്ചിട്ടിരിക്കുകയാണ്. അപൂർവം മെഡിക്കൽ സ്റ്റോർ തുറന്നിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് അങ്ങോട്ടും പോകുമ്പോൾ വൈകുന്നേരം ആയല്ലോ, അതുകൊണ്ട് ചില ചെറിയ കടകളൊക്കെ ഇങ്ങനെ 1-2 തുറന്നിരിക്കുന്നുണ്ട്. ഒരു ദിവസം കട അടച്ചു കഴിഞ്ഞാൽ അവർക്ക് നിത്യം ഇതൊക്കെ കൊണ്ട് കഴിഞ്ഞ് പോകുന്ന ആൾക്കാരുടെയൊക്കെ എന്ത് ബുദ്ധിമുട്ടാണ് അവർക്കൊക്കെ ഉണ്ടാക്കുന്നത് ഹർത്താൽ നടത്തുന്നവർക്ക്. അതുവല്ലോ അറിയുമോ എനിക്കറിയില്ല. അപ്പോൾ ചടയമംഗലമല്ല, ഇത് പാരിപ്പള്ളി ടൗൺ കഴിഞ്ഞിട്ടുള്ള ഹൈവേയിൽ വന്ന് കയറി. പാരിപ്പള്ളി അവിടെയാണിത്. ഹൈവേയിൽ വന്ന് കയറിയിട്ട് അവിടെ ക്രോസ് ചെയ്തിട്ട് ഞങ്ങൾ പോകാനായിട്ട്. ഞാനിപ്പോൾ വഴിവൊന്നും പറയാനൊന്നും വന്നേന്നും അല്ലല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഓരോ വീഡിയോ ഇടുമ്പം ഓരോരുത്തർ ചോദിക്കും എന്തിനാണ് ഇടുന്നത്, ഇങ്ങനെയാണോ വീഡിയോ ഇടുന്നത്, അതങ്ങനെ ഇത് ഒരു കറിയുടെ വീഡിയോ ഇട്ട് ഇത് കറി വയ്ക്കാൻ ആർക്കും അറിഞ്ഞൂടാത്തത്, എല്ലാവർക്കും അറിയത്തില്ലേ, ചമ്മന്തി അരയ്ക്കാൻ ആർക്കും അറിയത്തില്ല, ഒരു കായ കറി വയ്ക്കുന്നത് ആർക്കും അറിയത്തില്ല, ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത്. ഇതൊന്നും അറിഞ്ഞൂടാത്തവരാണോ ഇല്ലായിട്ടിരിക്കുന്നത്. നമ്മൾ ഒരു ചമ്മന്തി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് എത്രയോ പേരിട്ടിരിക്കുന്നു അങ്ങനെയൊക്കെ. അങ്ങനെ എത്ര എണ്ണം ഉണ്ട്. അപ്പം ആർക്കും ഒന്നും അറിഞ്ഞാത്തവരൊന്നും അല്ലല്ലോ ഇടുന്നതൊന്നും. അപ്പം അങ്ങനെ കുറ്റം പറയുന്നവർക്ക് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. ഈ പറയുന്നവർക്ക് ആർക്കും ഇങ്ങനെയൊന്നും ഇടാനും എടുക്കാനും ചെയ്യാനൊന്നും പറ്റത്തതും ഇല്ലല്ലോ. പിന്നെ അങ്ങനെ ഞാനതിൻ്റെ ആ ഒരു സെൻസിൽ എടുക്കത്തുള്ളൂ, അതും കളയത്തേ ഉള്ളൂ. വലിയ കാര്യമായിട്ട് നോക്കത്തൊന്നുമില്ല. ഒരുപാട് പേര് ഇങ്ങനെ പറയും എന്തിനാ അത് ഇങ്ങനെയാണോ ഇടുന്നത്. ഒരു സ്ഥലം കാണിക്കുമ്പോൾ ഇത് ആർക്കും അറിഞ്ഞൂടാത്ത ഈ സ്ഥലം, അപ്പോൾ നമ്മളെ ഇവിടെയുള്ളൊരു സ്ഥലം കാണിച്ചാൽ ആ ചുറ്റുവട്ടത്തുള്ളവർക്ക് അറിയാമായിരിക്കും. ദൂരത്തുള്ളവർക്ക്, കേരളം മൊത്തത്തിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാമോ? ഇല്ലല്ലോ. ഒരു കറി ഉണ്ടാക്കാൻ നമ്മളിപ്പോൾ ആ ഒരു പച്ചക്കായ കറി വെക്കുന്ന ഒരു കറിയുടെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ എത്രയോ പേരിട്ടിട്ടുണ്ട്. അത് ഒരു ചമ്മന്തിയുടെ അടിച്ച് നോക്കുമ്പോൾ എത്ര പേരിട്ടിരിക്കുന്നു. ഒരാൾ മാത്രമല്ലല്ലോ, ഞാൻ മാത്രമല്ലല്ലോ ഇടുന്നത്. അങ്ങനെ പറയുന്നവരവിടെ കിടന്ന് പറഞ്ഞോട്ടെ, ഞാനും കയറി, ഞാനത്ര കാര്യമാക്കത്തില്ല. ഇതിപ്പം ഇടവയലവിടെ റെയിൽവേ ക്രോസിങ്ങിൻ്റെ അവിടെ എത്തി. കുറച്ചപ്പുറം കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടം വരെ വന്നത് 1.5 മണിക്കൂർ യാത്ര ചെയ്ത് എത്തേണ്ട സ്ഥലത്ത് ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് പോലും തികച്ചെടുക്കാതെയാണ് ഇവിടം വരെ വന്നത് കേട്ടോ. കുറേ കട്ട് ചെയ്ത് ലെങ്ത് വീഡിയോ ഒക്കെ ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെയൊക്കെ എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെയുള്ള ആൾക്കാരാണ്. ഞാനിപ്പം ആൾക്കാരിങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഞാൻ അത്രയൊന്നും ശ്രദ്ധിക്കാറില്ല, ഒന്നും കാര്യമാക്കാറില്ല. വൈകുന്നേരമൊക്കെയാണ് വന്നത്. ഇവിടെയൊക്കെ വന്നപ്പം ഒരു കുഴപ്പമില്ല. ഹർത്താലെന്ന് പറഞ്ഞ് അങ്ങനെ ഒന്നും തോന്നുന്നൊന്നുമില്ല കേട്ടോ. വണ്ടികളൊക്കെ ബസ്സുകളൊക്കെ ഒതുക്കിയിട്ടിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ, അത് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ വൈകുന്നേരം ആയല്ലോ, ഞങ്ങൾ വണ്ടിയിൽ പേരൊക്കെ എഴുതി വെച്ചിട്ടൊക്കെയാണ് വന്നത്. എനിക്കിവിടെ അടുത്ത് വേറൊരു വീട്ടിലും എനിക്ക് പോകണമായിരുന്നു. അവിടെയൊക്കെ പോയിട്ട് അപ്പോഴത്തേൻ്റെ ഓട്ടോ അവിടെ വെളിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ദൂരെ കാണുന്ന കടലാണ്, അതിൻ്റെ അപ്പുറത്താണ് മറൈൻ ഡ്രൈവ് റിസോർട്ടൊക്കെ ഉള്ളത്. ഞാൻ അവിടെ നിന്നുള്ള വീഡിയോ ഒക്കെ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഷോർട്ട് വീഡിയോയും ലോങ് വീഡിയോ ഒക്കെ കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ. അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അതിന് സപ്പോർട്ട് ചെയ്യുക. നല്ല വീഡിയോകളാകട്ടൊക്കെ വരാം, നല്ല നല്ല വീഡിയോകൾ ഇടാൻ ശ്രമിക്കാം. ഇതാണ് ഞാൻ വന്ന വണ്ടി. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ഇഷ്ടപ്പെടുന്നവർ കാണട്ടെ. ഇല്ല, ആരും നിർബന്ധിക്കാനൊന്നും ഞാനില്ല. അത്രയൊക്കെ ഉള്ളൂ. ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ എടുത്തുന്നുള്ളൂ. അപ്പുറത്തൊക്കെ ഉള്ള വീഡിയോ ഒക്കെ മുമ്പിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് പോയില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ അങ്ങോട്ടൊന്നും പോയില്ല. അപ്പോൾ ഞാനിവിടെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ.